കളിക്കളത്തിൻ്റെ ഇത്തവണത്തെ സെഗ്മെൻറ്റിൽ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗെയിമിൻ്റെ കളിക്കളത്തിൽ തന്നെയാണ്. യുഎസിലും കാനഡയിലും ഓൾറെഡി പ്രചാരത്തിലുള്ള ഈ ഗെയിം ഇപ്പോൾ ഇന്ത്യയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ സ്വന്തം കൊച്ചിയിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പിക്കിൾ ഗെയിമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം എവിടെ സെർച്ച് ചെയ്താലും ഒരുപാട് പേര് പറഞ്ഞു കേൾക്കുന്നതാണ് പിക്കിൾ ഗെയിം. ആ കോർട്ടിലാണ് ഞാനുള്ളത്. ഏതായാലും ഈ കോർട്ടിൻ്റെ വിശേഷങ്ങൾ പറയാനായിട്ട് ഇതിൻ്റെ ആൾ തന്നെ, ഡോണർ തന്നെ ഉണ്ട്. നമുക്ക് പരിചയപ്പെടാം. ഹലോ. ഏഞ്ചലോ. ഓക്കെ. ഒരു ബിസിനസ്മാനാണ്, നമുക്ക് സ്പോർട്സ് ഫോളിയോയ്ക്ക് പറ്റിയ ആളാണ്. കാരണം സ്പോർട്സ് സംബന്ധമായിട്ട് ബിസിനസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്ന കാര്യമല്ല. എന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഈ കോർട്ട്, ഇപ്പോൾ പിക്കിൾ ഗെയിം അവിടെ നിൽക്കട്ടെ, നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ഫുട്ബോളായിരുന്നു. ഫുട്ബോൾ 2018 ഓക്കെ. കൊച്ചിയിലെ തന്നെ ഒരു മൂന്നാമത്തെ ടർഫായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം 3 years ബാക്ക് നമ്മൾ ക്രിക്കറ്റിൻ്റെ ഇൻഡോർ ടർഫ് തുടങ്ങി. ഓക്കെ. ഇപ്പോൾ പിക്കിൾ ബോൾ. ഓക്കെ. രണ്ടും ഇപ്പോൾ ഈ കാണുന്ന 2 കോർട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പുറത്ത് അതോ അത് ക്രിക്കറ്റാണ്, അത് ക്രിക്കറ്റിൻ്റെ ഇൻഡോർ ആണ്. ഇത് ഫുട്ബോൾ. ക്രിക്കറ്റ്, ഫുട്ബോൾ കഴിഞ്ഞ് പിക്കിൾ ബോൾ. അപ്പം ഒരുപാട് പേര് ഒരുപാട് തലങ്ങളിലേക്കുള്ള ബിസിനസ്സുകൾ ചിന്തിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വന്നത്? പൊതുവേ ഞാൻ സ്പോർട്സുമായിട്ട് നേരത്തെ കണക്ഷനുള്ള ആളാണ്. എന്താണ്? ഫുട്ബോളായിരുന്നു. ഓക്കെ. പിന്നെ അതിനുശേഷം ട്രെൻഡ് മാറുന്നതനുസരിച്ച് നമ്മൾ ക്രിക്കറ്റിന്റെ ട്രെൻഡ് വന്നപ്പോൾ ക്രിക്കറ്റിലേക്കും കൂടി വന്ന ഇപ്പോൾ പിക്കിൾ ബോളാണ്. പിക്കിൾ ബോളിലേക്ക് എത്തി. ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ഈ ബിസിനസിന്റെ, ഈ ഫുട്ബോളിലേക്ക്? 2018 എൻ്റെ പല ഫ്രണ്ട്സും ഇങ്ങനെ കളിക്കാൻ പോയിരുന്നു. അപ്പം നമുക്കിവിടെ ലാൻഡ് ആദ്യം മുതലേ ഉണ്ട്. അപ്പോൾ അത് എന്ത് രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടൊന്ന് ചിന്തിച്ചപ്പോഴാണ് നമുക്ക് ഇവിടെ തന്നെ ചെയ്താലെന്ന് ആലോചിച്ചത്. ഓക്കെ. ഇത് ഓൺ സ്പേസ് ആണോ അതോ സ്വന്തം ലാൻഡാണ്? സ്വന്തം ലാൻഡ് തന്നെയാണ്. എനിക്ക് തോന്നുന്നൊരു ബിസിനസ്മാനെ സംബന്ധിച്ച് സ്വന്തം ലാൻഡിലാകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അത് തന്നെയാണ്. എങ്ങനെയാണ് നമുക്ക് ഇവിടുത്തെ മൊത്തത്തിൽ ഇപ്പം നമുക്ക് ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ ഒരു ടർഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വരുന്നൊരു തുക പലതും പല ഗെയിമിന് പല പോലെയാണ്. ഓക്കെ. ഇപ്പോൾ ക്രിക്കറ്റിൻ്റെ സ്ഥാനത്ത് നമുക്ക് ഏകദേശം 1 crore ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം ഫുട്ബോളിന് ഏകദേശം അന്ന് 2018 35 lakhs ഒക്കെയാണ് സ്റ്റാർട്ടിങ് വേണ്ടി വന്നത്. ഇപ്പോൾ ഇതോ ഈ ലേറ്റസ്റ്റ് ഇതിലും ഏകദേശം ഈ പറഞ്ഞ 30 lakhs വന്നിട്ടുണ്ട്. 30 lakhs വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്? ടെൻഡറായിട്ട് ഇത് കൊടുത്ത് ചെയ്യുക? പല മെയിൻ വെൻഡേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ നമ്മൾ മീറ്റ് ചെയ്തിട്ട് അവരിൽ നിന്ന് ബെറ്റർ ആയിട്ട് ചെയ്യുന്നവരെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു പിക്കിൾ ഗെയിം നമുക്ക് റീസെൻ്റ്ലി അല്ലേ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. 2 weeks ആയിട്ടുള്ളൂ. ഓക്കെ. എങ്ങനെ പോകുന്നു മൊത്തത്തിലുള്ള ബിസിനസ്? ഇപ്പോൾ പിക്കിൾ ഗെയിമിലേക്ക് ആൾക്കാർ ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ക്രിക്കറ്റും ഫുട്ബോളിനേക്കാളും കൂടുതൽ ഇവിടേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഫാമിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. വേൾഡിൽ ഏറ്റവും സ്പീഡിൽ ഗ്രോ ചെയ്യുന്നൊരു സ്പോർട്ടാണ്. ഇന്ത്യയിലും കേരളത്തിലും കൊച്ചിയിലും എല്ലാം ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോയിങ് സ്പോർട്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് പിക്കിൾ ബോളാണ്. ഓക്കെ. ബാക്കി 2 ബിസിനസ്സുകൾ എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഒരു? നമ്മൾ ഇനീഷ്യലി ടർഫിൻ്റെ എണ്ണം കുറവായിരുന്നുകൊണ്ട് നമ്മൾ ഭയങ്കര ബൂമിലാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ടർഫിൻ്റെ എണ്ണം കൂടുമ്പോൾ അതനുസരിച്ച് പ്ലേയേഴ്സ് അപ്കമിംഗ് ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതൊരു ചെറിയ പ്രശ്നമാണ്. അപ്പം അതിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ആൾക്കാരെ നമ്മൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് ആണ് കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ അജീഷ് ഒറ്റയ്ക്കാണെങ്കിൽ അജീഷ് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും പിക്കിൾ ബോൾ ആയാലും കളിക്കാനുള്ള അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ, ഇവിടുത്തെ പാക്കേജ്, ഇപ്പം പ്രൈം സ്പോർട്സ് ആണല്ലോ നമ്മുടെ ക്ലബിൻ്റെ പേര്. പ്രൈം സ്പോർട്സിലേക്ക് അംഗത്വം എടുക്കാനോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും പറയാം? അതിൽ വരുന്നത് 2 രീതിയിലാണ്. നമ്മൾ മൊത്തത്തിലൊരു ഗ്രൂപ്പായിട്ടല്ല ചെയ്യുന്നത്. ഏത് ഗെയിമിനാണ് നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് പെർ അവർ റെൻ്റാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് എത്രയാണ്, ഏത് ഗെയിം കളിക്കുന്നത്, എത്ര ഹവേഴ്സ് ആണെങ്കിൽ അത് ഡിവൈഡ് ചെയ്തിട്ട് വരും. ഓക്കെ. നമുക്ക് ഇതിൻ്റെ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്? പിക്കിൾ ഗെയിം ഇപ്പോൾ ഏകദേശം 750 എന്നുള്ള രീതിയിലാണ്. 4 പേർക്ക് കളിക്കാം. 4 പേർക്ക് കളിക്കാം. 4 പേർക്ക് 750. അറ്റേ ടൈമിൽ നമുക്ക് 8 പേർക്ക് കളിക്കാൻ തോന്നും. 2 കോർട്ടിലായിട്ട് 8 പേർക്ക് കളിക്കാം. 8 പേർക്ക് കളിക്കാം. ഓക്കെ. അപ്പോൾ ഈ പിക്കിൾ ഗെയിം എന്താണെന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ട്. ഓക്കെ. അപ്പം അതിനെക്കുറിച്ച് പറഞ്ഞു തരാനായിട്ട് നമുക്ക് ക്ലബ്ബിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് കളിക്കുന്ന ആരോടെങ്കിലും തന്നെ ചോദിക്കാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു കളിക്കുന്ന ആരെങ്കിലും ഒരാൾ നോക്കാം. ഒരു മിനിറ്റ്. എന്താണ് പരിപാടി? ഞങ്ങളിവിടെ കുറച്ച് ബിഗിനേഴ്സ് ഉണ്ട് ഈ ഒരു ഗെയിം പിക്കിൾ ബോളിൽ. അപ്പോൾ അതിനൊരു ചെറിയ പ്രാക്ടീസ് സെഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാൻ ഒരു കാര്യം ചോദിച്ചോ, നമുക്കൊന്നും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ട്രെൻഡിങ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരാൾ ഇവിടേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും
സ്കീമുണ്ടോ? ഇത് ആക്ച്വലി ഈ ഗെയിമിനെ പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിയില്ല. അപ്പം ഞാൻ ഇവിടെ വന്നതെന്ന് വെച്ചാൽ എനിക്ക് കളിക്കാൻ ഒരു പാർട്ട്ണർ ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് പ്രൈം പിക്കിൾ ബോളിൽ വന്ന് എൻക്വയറി ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം നമുക്കൊരു ടൈം സ്ലോട്ട് എടുക്കുവാണെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിൽ ആ സമയത്ത് വേറെ ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാം. അപ്പം ഇവിടെ 2 കോർട്ടാണ് ടോട്ടലി ഉള്ളത്. അപ്പം അറ്റ് എ ടൈം 8 പേർക്ക് കളിക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് കളിക്കാനായിട്ട് നോക്കിയപ്പോൾ എനിക്ക് പരിചയമില്ലാത്ത 3 പേരാണ് ഇന്ന് കിട്ടിയത്. അപ്പം ഞങ്ങൾ 3 പേരും ഇപ്പം നല്ല ഒരു റാപ്പായി ജെല്ലായി. അപ്പം നാളെ നമുക്ക് കളിക്കാൻ വരാം. അങ്ങനെ നാളെ വരുമ്പോൾ ചിലപ്പോൾ ഇവരുണ്ടാവില്ല, പുതിയ ആൾക്കാരായിരിക്കും. അങ്ങനെ നമ്മളൊരു പുതിയൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഒരു തീം മെയിൻലി. അപ്പോൾ ഈ പ്രൈം പിക്കിൾ ബോൾ അറിയുന്ന ഒരു കമ്മ്യൂണിറ്റി ആക്കിയിട്ട് അപ്പോൾ ഒരു വലിയൊരു ആൾക്കാർ തമ്മിൽ ഒരു കുറച്ചും കൂടെ അറിയാൻ എക്സ്പാൻഡ് ചെയ്യാനും അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഭാവിയിലോട്ട് ടൂർണമെന്റ്സിലോട്ടൊക്കെ ഉള്ള ഒരു ചാൻസസ് ഒക്കെയാണ് ലക്ഷ്യമിടുന്നത്. ഉറപ്പായിട്ടും ഒരേ വൈബുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടെ വന്ന് പരിചയപ്പെടാനും പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയുണ്ട്. അതൊരു നല്ല ആശയം കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഉറപ്പായിട്ടും ഇവിടേക്ക് വരാം. കളിക്കാൻ അറിയില്ല എന്നുള്ള ഒരു പേടിയും വേണ്ട. ഇവിടെ എല്ലാം സെറ്റാണ്, ഓൾ സെറ്റാണ്, ധൈര്യമായിട്ട് പറയാം. ഓക്കെ, ഇവിടെ ഗെയിം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഏതായാലും നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് കിരൺ ബ്രോ ഉണ്ട്. നമുക്ക് ആളെ വിളിക്കാം. കിരൺ ബ്രോ. ഒരു സെക്കൻഡ്. അജീഷ്. ഓക്കെ, അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, ഈ ടർഫിൻ്റെ കാര്യങ്ങളും പരിപാടികളും ഒക്കെ നമ്മുടെ ബ്രോ പറഞ്ഞു. അപ്പോൾ നമുക്കിനി അറിയേണ്ടത് ഈ പിക്കിൾ ബോളിനെ കുറിച്ച്. ഓക്കെ ബേസിക്കലി പിക്കിൾ ബോൾ ഞങ്ങളാണെങ്കിലും തുടങ്ങുന്നുള്ളൂ. തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ചെയ്തൊരു ഫാമിലി ഗെയിമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ എൻ്റെ വൈഫും മോനും അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് വന്ന് കളിക്കുന്ന ഒരു സംഭവം. നമുക്ക് അങ്ങനത്തെ ഒരു കളി ഇവിടെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ പെട്ടെന്നൊന്നും വെച്ചാൽ നമുക്കില്ല. ആൻഡ് അഗൈൻ ഇത് ഷട്ടിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ടെന്നീസൊക്കെ വെച്ചാൽ ടെന്നീസ് കുറേ ഹാർഡാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് വളരെ എന്താ പറയുക കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അഗെയിൻ റൂൾസ് ഒക്കെ ആണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റ് ഫസ്റ്റ് ഡേ കോച്ചിങ്ങിലാണെങ്കിൽ ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് റൂൾസ് ഒക്കെ പെട്ടെന്ന് തന്നെ പഠിക്കാൻ പറ്റി. ആൻഡ് അഗെയിൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ അന്ന് എനിക്കൊരു 65-70 വയസ്സുള്ള ചേട്ടനാണ്. ആ ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിക്കാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കളിച്ചു. ഞാൻ പുള്ളിയും പറയണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ അടുത്ത ദിവസം പുള്ളിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഏജ് ഒരു ലിമിറ്റ് ഇല്ല. കാരണം ഇവൻ എൻ്റെ മോനാണെങ്കിലും 10 വയസ്സുള്ളൂ. അപ്പോൾ അവനും കളിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ 60 വയസ്സുള്ള ആൾക്കാർക്ക് ആർക്ക് വേണമെങ്കിലും കളിക്കാൻ പറ്റും. ആൻഡ് വലിയ ഒരു നമുക്കിപ്പോൾ ഷട്ടിൽ അല്ലെങ്കിൽ ടെന്നീസൊക്കെ ബേസിക് അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അത് വെച്ച് നമുക്ക് സുഖമായിട്ട് കളിച്ച് പോകാനും പറ്റുന്നുണ്ട്. ഇങ്ങനെ ആൻഡ് അഗെയിൻ ഹെൽത്ത് വൈസ് ആണെങ്കിലും നന്നായിട്ട് വേർക്കും നന്നായിട്ട് വരുന്നുണ്ട്. അതെ അത് മാത്രമല്ല പിന്നെ അത് വേറെ പ്രശ്നമില്ല, നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആണ് കളി. ഓരോന്ന് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കളിക്കാൻ. ഇപ്പം നമ്മൾ ഈ ജിമ്മിലും അവിടെയൊക്കെ പോകുമ്പോൾ വെച്ചാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് പരിപാടി നിർത്തേണ്ടി വരും. ഇതെന്ന് പറഞ്ഞാൽ ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ അടുത്ത ദിവസം നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഈ ഗെയിമിന്റെ റൂളൊക്കെ പറഞ്ഞപ്പോൾ ഇതിന്റെ പോയിന്റ് ആദ്യം എത്ര പോയിന്റ് കിട്ടുന്നത്? പോയിന്റ് 11 11 പോയിന്റ്സ് ആണ്. 11 പോയിന്റ്സ് ആരാണോ ആദ്യം കിട്ടുന്നത് അതാണ് ജയിക്കുന്നത്. അതിനെ ബെസ്റ്റ് ഓഫ് 3 പോലെ നമുക്ക് എടുക്കാൻ പറ്റും നമ്മുടെ ഷട്ടിലൊക്കെ പോലെ തന്നെ. അപ്പോൾ 2 സെറ്റ് എടുക്കുവാണെങ്കിൽ 3 സെറ്റ് ഉണ്ട്. അതിനകത്ത് 2 ബെസ്റ്റ് ഓഫ് 2 ഏതാണോ അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ബാറ്റിനെ കുറിച്ച്, കാരണം ഇപ്പോൾ എല്ലാവർക്കും കൗതുകമാണ് ഈ ക്രിക്കറ്റ് ബാറ്റ്, അതുപോലെ തന്നെ ബാഡ്മിന്റൺ അല്ലെങ്കിൽ ടെന്നീസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇതെനിക്ക് കണ്ടിട്ട് ഒരു ടേബിൾ ടെന്നീസിന്റെ ബാറ്റുമായിട്ട് ടേബിൾ ടെന്നീസിന്റെ തന്നെ കുറച്ചുകൂടെ ഒരു വലിയൊരു കുറച്ചുകൂടെ വലിപ്പം കൂടിയത്. ആൻഡ് ഈവൻ ബോൾ ആണെങ്കിലും അതുപോലെ തന്നെ സോഫ്റ്റ് ആണ്. അതെ അതെ അതെ. മറ്റേ ടെന്നീസ് ബോളിന്റെ റബ്ബറാണ്, ഇത് അതല്ല, ഇത് പ്ലാസ്റ്റിക് ബോളാണ്. അപ്പോൾ ഇതിന് വേറെ പ്ലസ് പോയിന്റ് അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെട്ടെന്നുള്ള ഷോട്ട്സ് വേണം. നമുക്ക് കുറച്ച് ടൈം കിട്ടും, നമുക്ക് റിലാക്സ് ചെയ്യണം നമ്മൾ കളിക്കണം. അതിന്റെ ഒരു വലിയൊരു അതെ അതെ അതെ. അപ്പോൾ അത് ഇതില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ ഭാവിയിൽ ടൂർണമെന്റുകളൊക്കെ നടത്താനുള്ള പ്ലാൻ? ഓഫ്കോഴ്സ്, ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ നല്ല എൻക്വയറീസ് വരുന്നുണ്ട്. ആൻഡ് ഞാൻ പറഞ്ഞില്ല, ഇതിപ്പം ബേസിക്കലി നമ്മളിപ്പം കമ്പനിയിൽ നിന്നുള്ള കോർപ്പറേറ്റ്സ് അങ്ങനെയുള്ള ആളുകൾ വരുന്നുണ്ട്, ആനെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരുന്നുണ്ട്, ആനെങ്കിൽ ഫാമിലി. അപ്പോൾ ഈ ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഫോക്കസ്ഡ് ആകുമ്പോഴെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ 2 ഫാമിലി ഉണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈവനിങ് ഈ പറഞ്ഞ ഒരു പിക്കിൾ ബോൾ വന്നിട്ട് ഒന്നും കളിച്ചിട്ട് പിന്നെ വൈകുന്നേരം ഡിന്നറിനൊക്കെ പോയി കഴിഞ്ഞാൽ വേറെ ഫീൽ ആയിരിക്കും. കാരണം ഹെൽത്ത് ഓക്കെയാണ്, ഒരു ഡിന്നറും ആവാം, എന്നൊക്കെ വേണമെങ്കിൽ ഒരു കോൺസെപ്റ്റിൽ പോകാൻ പറ്റുന്ന ഒരു ചാൻസ്. അടുത്തൊരു ഹോട്ടലിൽ ഇടാനുള്ള പ്ലാൻ ഉണ്ടോ? അതുകൊണ്ട് ഞങ്ങൾ അവിടെ തുറന്നിട്ടുണ്ട്, ഫ്രണ്ടിൽ വരണം, അത് വരുന്നുണ്ട്. ഇനി ഇതിന്റെ കോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കോർട്ടിന്റെ വലുപ്പം, കോർട്ട് സൈസ് ബേസിക്കലി നമുക്ക് ഒരു ഷട്ടിലിനേക്കാളും കുറച്ചുകൂടെ വലുത്, എന്നാൽ ടെന്നീസിനേക്കാളും വളരെ ചെറുതായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫീൽ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് നീഡ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് അധികം വരില്ല, ഹെവി സ്ട്രെയിൻ വരുന്നില്ല.
അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് കളിക്കാനായിട്ട് പറ്റും. ആൻഡ് അഗെയിൻ ഇതിനകത്ത് നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ കോറിനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഇത് കിട്ടുന്നത്. അപ്പം അതും നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട്, കാരണം വെച്ചാൽ കോർ എക്സസൈസ് ചെയ്യുന്നതിന് പകരം ഈ പറഞ്ഞ പോലെ പിക്കിൾ ബോൾ കളിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ മസിൽ സ്ട്രെങ്തനിങ് എന്നുള്ളൊരു സംഭവം. ഇഞ്ചുറീസ് കുറവാണ്, ഇഞ്ചുറീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് സോഫാർ. അപ്പോൾ ഏതായാലും എല്ലാവരും വരിക. പിക്കിൾ ബോൾ ട്രെൻഡിങ് ആണ്. എനിക്ക് തോന്നുന്നു ഇനി കുറച്ച് നാളുകൾ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കോട്ടൊക്കെ കിട്ടാതാവും. അമ്മാതിരി ട്രെൻഡിങ്ങിലേക്ക് വന്നുകൊണ്ടിരിക്കുക ഇപ്പം. അപ്പോൾ എല്ലാവരും വന്ന് ഇവിടെ എൻജോയ് ചെയ്യും. അതെ, ഇവിടെ നമുക്ക് 2 കോർട്ട് വരുന്നുണ്ട്. അതിന് സെപ്പറേഷൻ ആണ് ഈ നെറ്റ് വരുന്നത്. അതിന് സെപ്പറേഷൻ നെറ്റ് വന്നു കഴിഞ്ഞാൽ അറ്റ് എ ടൈം ഒരു 2 ടീം, ഐ മീൻ 8 പേർക്ക് കളിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതായാലും നമ്മുടെ മൈഫിൻ ടിവിയുടെ നമ്മുടെ വ്യൂവേഴ്സിനോട് കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഇത് നമ്മുടെ എടപ്പള്ളി മരവുട്ടിച്ചോടിലാണ് തന്നെ. നമ്മുടെ ലുലുമോണ്ടെ കിടന്ന് വളരെ അടുത്താണ്. ലുലുമോണ്ടെ അവിടെ നിന്ന് മെയിൻലി ഒരു 500 മീറ്ററേ നമുക്ക് ഇങ്ങോട്ടേക്ക് ഡിസ്റ്റൻസ് വരുന്നുള്ളൂ. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് മരവുട്ടിച്ചോട് BM നഗർ റോഡ്. ഓക്കെ, അപ്പോൾ ഏതായാലും പുതിയൊരു ഗെയിം കൂടെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. നല്ലൊരു കളിക്കളമായിരുന്നു. അപ്പം ഗെയിം നടക്കട്ടെ. ഞാൻ താങ്ക് യു. ഇത് ഇവിടെ വന്നതിന് ശേഷമാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പിക്കിൾ ബോൾ ബാറ്റിംഗ് കൈകൊണ്ട് തൊടുന്നത്. പക്ഷേ സിമ്പിളാണ്. ഇനി എക്സസൈസ് വൈസ് നോക്കുവാണെങ്കിൽ സംഭവം പവർഫുള്ളാണ്. ഓക്കെ, നല്ല രസമുണ്ട്. അതുപോലെ തന്നെ സിമ്പിളായിട്ട് നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ കളിക്കളത്തിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മളേതായാലും വീണ്ടും കാണും കളിക്കളത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലൂടെ. ബൈ. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.